ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു പട്ട് പാവാടയും ബ്ലൗസും കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. നമ്മൾ ചുരുക്കിട്ടിട്ട് ഒരു സ്കേർട്ട് തുന്നേണ്ടിയിട്ട് 22.5 ഇഞ്ച് നീളം, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, മേലെ ഒരു ബാൻഡ് വരുമ്പോൾ അടിക്കേണ്ടിയിട്ട്, പിന്നെ ഒരു 1.5 ഇഞ്ച് താഴെ മടക്കി അടിക്കേണ്ടിയിട്ട്, അങ്ങനെ 24.5 ഇഞ്ചിൽ നമ്മൾ ഒരടയാളം വെക്കുന്നു. അതുപോലെ തന്നെ ഇതിലൊന്ന് ഒരു 24.5 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുന്നു. ഇഞ്ചിൽ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ബാൻഡിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം തുണി മുറിച്ചെടുക്കുക. അതിൻ്റെ അകത്തുനിന്ന് ബാക്കി വന്ന കഷ്ണം തുണി എടുത്തിട്ട് നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടാക്കി മടക്കുക. എന്നിട്ട് വീതി ഒരു 2.5-3 ഇഞ്ച്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് എത്ര കിട്ടുന്നുണ്ട് നോക്കാം. 2.75, 13 ഇഞ്ച് വീതി കൂട്ടുന്നു. വയറിൻ്റെ ഭാഗത്ത് വരുന്ന വീതി 13 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് മടക്കി അടിക്കേണ്ടിയിട്ട് എടുത്ത് 14 ഇഞ്ചിൽ നമ്മൾ ബാൻഡ് കട്ട് ചെയ്യും. ഇനി ഒരു നാടക്കുള്ള 2 നാട അപ്പുറം ഇപ്പുറമായിട്ട് 2 നാടക്ക് ഒരു തുണി മുറിച്ചെടുക്കുക. 2 നാടക്ക് പാവാടയും ബ്ലൗസിനുള്ള ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ബാക്കി വന്ന തുണിയുടെ അകത്തുനിന്ന് ഒരു ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഉടുപ്പെല്ലാം തുണിയിട്ട് ബാക്കി വന്ന പീസാണിത്. അതിൻ്റെ അകത്തുനിന്ന് ഇത്തിരി കഷ്ണം മതി നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കറക്റ്റാക്കി വെക്കുക. നീളം 12.5 എടുക്കുന്നത് നമ്മൾ. നീളം 10.5 വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് മേലെ തയ്യൽ തുമ്പായിട്ടും 1.5 ഇഞ്ച് താഴെ മടക്കി അടിക്കുന്നത്. ഷോൾഡർ ഒരു 5.5 എടുക്കുന്നു. 5.5 ഷോൾഡർ. കഴുത്തകലം 2.25. കഴുത്തകലം 2.25. കൈക്കുഴി 5.5. അതിന് 4.5 ഒരു ബോക്സ് വരച്ച് അതിൻ്റെ അകത്തേക്ക് വീതി അടയാളപ്പെടുത്തുന്നത് 6.25. ഇതാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് ഇത്ര ഭാഗം വരുന്നുള്ളൂ. ഇതിൻ്റെ അകത്തുനിന്ന് ഇതിൻ്റെ അകത്തേക്ക് കൈ വരച്ചെടുക്കുക. അഞ്ചര കൈക്കുഴി. ഇനി ഫ്രണ്ടിലത്തെ കഴുത്തറക്കം ഒരു 3 ഇഞ്ച് എടുക്കുന്നു. ഇവിടുത്തെ ഷേപ്പ് 5.25. ഒരു കുഞ്ഞി കഷ്ണം തുണി കൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഭാഗം. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം.
ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്താൽ നമ്മളിനി അടുത്തത് ബാക്ക് വശത്ത് വെക്കും. തുണീനെ ഇങ്ങനെ മടക്കി എന്നിട്ട് തുണീനെ നമ്മൾ ഇങ്ങനെ തിരിച്ച് വെക്കുന്നത് നമ്മളെ ഭാഗത്തേക്ക് രണ്ട് ഓപ്പൺ ആയിട്ട്. എന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്ത ഭാഗമില്ലേ, ഈ ഫ്രണ്ട് കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വെക്കുന്നത്. ഇവിടുന്ന് നമ്മൾ 1 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് അടയാളപ്പെടുത്തി വെക്കും. ഇവിടുന്ന് 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ഒരു വര കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരക്കുക. അതിന് ശേഷം ഇവിടുന്ന് 1 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇടുന്നു. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ വെക്കുന്ന ഈ 1 ഇഞ്ച് ഗ്യാപ്പ് ആക്കിയിട്ട് നമ്മൾ അതിനെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുന്നത്. ഇവിടെ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം. ഇവിടെ നമ്മളിത് മുറിച്ചാളെന്ന് ഈ തുണീനെ രണ്ടാക്കിയിട്ട് ഇങ്ങനെ മടക്കുന്നു. എന്നിട്ട് നമ്മളെ ഭാഗത്തേക്ക് ഓപ്പണായി കിടക്കുന്നു. എന്നിട്ട് ഇതാ 1 ഇഞ്ച് അപ്പുറത്തേക്ക് ഗ്യാപ്പിൽ. എന്നിട്ട് നമ്മൾ ഇതാ ഇവിടുന്ന് ഈ 2.25 അടയാളപ്പെടുത്തുന്നു. അതിനനുസരിച്ചിട്ട് കഴുത്ത് വെച്ച് കൊടുക്കുക. ഇതെല്ലാം കറക്റ്റാക്കിയിട്ട് ഇതേ ഇതിൽ തന്നെ ഇതെല്ലാം കറക്റ്റ്. ഇവിടെ എല്ലാം കറക്റ്റ് അളവ്. പക്ഷേ ഇവിടെ എല്ലാം കറക്റ്റ് അളവിൽ. ഇവിടെ 1 ഇഞ്ച് വ്യത്യാസം. എന്നിട്ട് കഴുത്തിൻ്റെ ബാക്ക് കഴുത്ത് നമ്മൾ 1.5 ഇഞ്ച് ഇവിടുന്ന് ഇതിലേക്ക് ഷേപ്പ് ചെയ്തെടുക്കുക. ഇവിടുന്ന് മുതൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. ഇത് ബാക്ക്. ഈ ഭാഗത്തിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് വലതുവശത്ത് ചെറിയ ഓപ്പണ്, ഇടതുവശത്ത് വലിയ ഓപ്പണ്. അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചിൽ തുണി കട്ട് ചെയ്തെടുക്കുക. ഇടതുവശത്ത് കുറച്ച് വലിയ ഓപ്പണാണ് വരിക. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൽ നമ്മൾ തുണി കട്ട് ചെയ്യുന്നു.
1.5 ഇഞ്ചിൽ നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസാണ് എടുക്കുന്നത്, വെട്ടിയെടുക്കുന്നത്. ക്രോസ് പീസ് കട്ട് ചെയ്യുന്നു. ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആദ്യമൊക്കെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. നമുക്ക് ഇതിൽ കൈ കിട്ടാത്തതിനെ കൊണ്ടാണ് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് പൈപ്പിങ് കൊടുക്കുന്നത് കൈക്ക്. കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് ഈ 2 കഷ്ണം മുറിച്ചതിന് ശേഷം നമ്മൾ ഈ ചെറിയ വശത്ത് ഇങ്ങനെ അടിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കും. ഈ ചെറിയ ഭാഗം ഇങ്ങനെ അടിച്ചിട്ട് ഇതിനെ ഉള്ളിലേക്കാക്കി കളി. ഈ ഭാഗത്ത് ഇങ്ങനെ ഉള്ളിലേക്കാണ്ടാവുക തുണി മടങ്ങിയിട്ട് ഈ വശത്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഭാഗം അടിച്ച് ഒരു ഭാഗം ഇങ്ങനെ ആക്കി, എന്നിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും ഈ ഭാഗത്ത്. എന്നിട്ട് ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ഹൂക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതിങ്ങനെ മൂടിക്കിടക്കും. എന്നിട്ട് കഴുത്തിനും ക്രോസ് പീസ്, കൈക്കും ക്രോസ് പീസ്. കൈക്ക് ഇതാ ഇങ്ങനെ ക്രോസ് പീസ്, ഈ കൈക്ക് ക്രോസ് പീസ്, ഇവിടെ ഇങ്ങനെ ക്രോസ് പീസായിട്ട് നമുക്കിനി അടിച്ച് നോക്കാം. ബ്ലൗസും സ്കേർട്ടും കട്ട് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടിക്കുന്നത് കാണിച്ചു തരാം.